ഹലോ. അപ്പോൾ ഇന്നൊരു നൈറ്റ് ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ സന്തോഷത്തോടെ വീടൊക്കെ പൂട്ടി രാത്രി ഇറങ്ങുന്ന ഒരു സിനിമക്കാണ്. 8 മണിക്കത്തേക്ക് ഞങ്ങൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ 7:00 തന്നെ ഇറങ്ങി. ഞങ്ങൾ അങ്ങനെ നേരത്തെ എങ്ങും പോകുന്ന പാർട്ടീസല്ല. ഇന്ന് നേരത്തെ ഇറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആ സന്തോഷത്തിന് അധികം ആയുസുണ്ടായില്ല. കാരണം കടങ്ങല്ലൂർ അമ്പലത്തിൽ ആറാട്ടിൻ്റെ ബ്ലോക്കിൽ ഞാൻ കാലുമൊക്കെ കിട്ടി. അങ്ങനെ പതുക്കെ എൻ്റെ മുഖത്തെ പുഞ്ചിരിയൊക്കെ മാഞ്ഞു. കാരണം 8 മണിക്ക് സിനിമ കയറേണ്ട ഞങ്ങൾ 8 മണിക്ക് ആലുവയിൽ ബ്ലോക്കിൽ കിടക്കുകയാണ്. പിന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ബ്ലോക്കൊക്കെ മാറിയത്. പിന്നെ എൻ്റെ കെട്ടും പറപ്പിച്ച് വിട്ടു. നേരെ തിയേറ്റർ പിടിച്ചു. ചേട്ടാ പുറത്ത് പാർക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പോയി ടിക്കറ്റൊക്കെ എടുത്ത് നേരെ സിനിമ കയറി. 8:15 കേട്ടോ അപ്പോഴത്തേക്കും. അങ്ങനെ ആ സിനിമയുടെ ഇൻ്റർവെൽ ടൈമിൽ ഞങ്ങൾക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോപ്കോണൊക്കെ കഴിക്കാൻ പുറത്തിറങ്ങി. പോപ്കോണൊക്കെ മേടിച്ച് കണ്ണെന്തായിരുന്നു കഴിക്കുന്ന കണ്ടില്ലേ. അത് കഴിഞ്ഞത് ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ വേണം. അതിന് പാതിരാക്കോഴി പോകാമെന്ന് പറഞ്ഞ് വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് പോകുന്നതാണ് കേട്ടോ കാണുന്നത്. പാതിരാക്കോഴി പോകാൻ നേരത്തെ ജസ്റ്റ് കിട്ടി. ഏതോ അമ്പലത്തിലെ താലം കണ്ടാൽ ഞങ്ങൾക്ക് അവിടെയും ബ്ലോക്ക് കിട്ടി. ഒരു 10-20 മിനിറ്റ് അവിടെയും പോയി. അങ്ങനെ ആനയായിട്ട് ഇപ്പം എൻ്റെ അടുത്തേക്ക് കൂടി പോകുന്നത്. പക്ഷേ എനിക്ക് പേടിയായില്ല, കാരണം ഞാൻ കാറിലിരിക്കുകയല്ലേ. അങ്ങനെ പാതിരാക്കോഴി ചെന്ന് കുറച്ച് നേരം മിറർ വീഡിയോ ഒക്കെ എടുത്തുള്ള എൻ്റെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നല്ല കുട്ടിയായിട്ട് പോയിരുന്നു ഫുഡ് ഓർഡർ ചെയ്തു. അമ്മക്ക് പൊറോട്ടയും ഞങ്ങൾക്ക് മന്തിയും കേട്ടോ ഓർഡർ ചെയ്ത്. മന്തി വരാൻ കുറച്ച് ഡിലേ ആയി. അപ്പോഴത്തേക്കും 11 മണി കഴിഞ്ഞാൽ എന്ത് കാണാൻ ഉറക്കം തൂങ്ങി തുടങ്ങിയത്. കാണാൻ ഉറങ്ങാതിരിക്കാൻ ഞാൻ അവിടുത്തെ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഫുഡൊക്കെ എത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു. ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുമ്പോഴും കടുങ്ങല്ലൂർ അമ്പലത്തിൽ കൊട്ടൊക്കെ കേൾക്കുന്നുണ്ടായിട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി.